السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. വലിയന് സ്ത്രീ സമ്മതം കൊടുത്താൽ അയാൾക്ക് കെട്ടിക്കാം. സമ്മതം കൊടുക്കേണ്ട സ്ത്രീയാണെങ്കിൽ സമ്മതം കൊടുത്താൽ മാത്രമേ കെട്ടിക്കാൻ പറ്റുള്ളൂ. അവർ സ്ത്രീ പറഞ്ഞു, എന്നെ രണ്ടാമതും വിവാഹം ചെയ്യാൻ വേണ്ടി സമ്മതം നൽകിയെന്ന് പറഞ്ഞു. അതായത് തലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞിട്ട്, അപ്പോൾ പിന്നെ അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ, തലാഖ് ഇദ്ദൊക്കെ സംഭവിച്ചാൽ രണ്ടാമത്തെ വിവാഹത്തിന് വീണ്ടും സമ്മതം വാങ്ങേണ്ടതില്ല. കാരണം ആദ്യത്തെ സമ്മതം തന്നെ മതി. ഇതടിസ്ഥാനത്തിൽ വലിയ വേറൊരാളെ വക്കാലത്താക്കിയാലും അത് മതിയാവും. വലോ ഖാലത്ത് ഇംറാത്തുൻ ലി വലിയ്യിഹ, ഒരു സ്ത്രീ വലിയ്യിനോട് പറഞ്ഞു, അദിൻതു ലക ഫീ തസ്വീജി, എന്നെ വിവാഹം ചെയ്ത് നൽകാൻ ഞാൻ നിങ്ങൾക്ക് സമ്മതം നൽകി. ആർക്ക് വിവാഹം ചെയ്ത് നൽകാൻ? ലിമൻ അറാദ തസവുജി, എന്നെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്. അൽ ആൻ, ഇപ്പോഴും സമ്മതം നൽകി. വബഅദ ത്വലാഖി വൻഖിളാ ഇദ്ദത്തി, തലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞതിന് ശേഷവും സമ്മതം നൽകി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സങ്കല്പിക്കുക. അങ്ങനെ പറഞ്ഞു, നിങ്ങൾ വേണ്ടവർക്ക് എന്നെ കെട്ടിച്ചോളൂ, അതിനും ഞാൻ വിവാഹം ശരിയായില്ല, തലാഖ് നടന്നു നിൽക്കുക, അപ്പോൾ അതിന് ശേഷമുള്ളതിനും ഞാൻ സമ്മതം നൽകി എന്ന് രണ്ട് സമ്മതം കൊടുത്താൽ അവിടെ സഹ തസ്വീജുഹു ബിഹാദൽ ഇതിന്, ഈ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീയെ കെട്ടിക്കാം. സാനിയൻ, രണ്ടാമതും കെട്ടിക്കാം. ഇതിപ്പോൾ പെണ്ണ് വലിയനോട് പറയുമ്പോഴാണ്. ഇനി വലിയ മറ്റൊരാളെ ഈ രീതിയിൽ ഏൽപ്പിച്ചാലോ? അപ്പോഴും പറ്റും. ഫലോ വക്കലൽ വലിയു, അപ്പോൾ വലിയ വക്കാലത്താക്കിയാൽ അജ്നബിയൻ, അന്യൊരു വ്യക്തിയെ ബിഹാദിഹി സിഫത്തി, ഇതേ അവസ്ഥയിൽ ഇതേ രീതിയിൽ ആ പെണ്ണ് അങ്ങനെയാണ് സമ്മതം കൊടുത്തത്, അതേ സമ്മതം ചെയ്തു മറ്റൊരാൾക്ക് ഇയാൾ കൊടുത്തു. എന്നാലും സഹ തസ്വീജുഹു സാനിയൻ അയ്ളൻ, അവിടെയും ആ അന്യനായ വക്കീലിന് അവളെ കെട്ടിക്കാവുന്നതാണ്, വേറെ സമ്മതമാകേണ്ടതില്ല. ആദ്യം വലിയൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഈ വലിയ എന്ത് ചെയ്തു? മറ്റൊരാളെ കെട്ടിക്കാൻ ഏൽപ്പിക്കുന്നിടത്തും രണ്ടാമത് സമ്മതമാകേണ്ടതില്ല. എപ്പോൾ? പെണ്ണ് എന്ത് ചെയ്തു? കെട്ടിക്കാൻ സമ്മതം കൊടുത്തു. എങ്ങനെ സമ്മതം കൊടുത്തു? ഇപ്പോൾ കെട്ടിക്കാനും ഇനി തലാഖ് നടക്കുകയാണെങ്കിൽ തലാഖിന് ശേഷം കെട്ടിക്കാനും സമ്മതം കൊടുത്തെടുത്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. വിവാഹം ചെയ്ത് തലാഖ് ചൊല്ലിയതിന് ശേഷം സമ്മതം കൊടുക്കാൻ അതിന് ഇയാൾക്ക് ഇനിയിപ്പോൾ അധികാരമില്ലല്ലോ. കല്യാണം കഴിയണ്ടേ? ആ സമ്മതത്തിന് വാല്യൂ വരാൻ ഇപ്പം അതിന് വാലിഡ് അല്ലല്ലോ, കാരണം നിക്കാഹ് നടന്നിട്ടില്ല. ഈ തലാഖ് ചൊല്ലി കഴിഞ്ഞിട്ട് വേണ്ടേ? അപ്പോൾ ആ സമ്മതത്തിന് പ്രസക്തി ഇല്ലല്ലോ എന്നിട്ട് ചോദിച്ചാൽ അതിന് മറുപടി ആദ്യത്തെ സമ്മതത്തിനെ പിന്തുടർന്നുകൊണ്ട് കിട്ടുന്ന സമ്മതമാണ്. ഇപ്പോൾ അയാൾക്ക് അനുവാദമൊന്നും കിട്ടിയിട്ടില്ല, കാരണം നിക്കാഹ് കഴിഞ്ഞ് തലാഖ് ചൊല്ലിയിട്ട് വേണം, അവിടെ അധികാരം കിട്ടുള്ളൂ. എന്നാൽ പോലും ആദ്യത്തെ സമ്മതം തന്നെ മതി. ലിയന്നഹു വ ഇല്ലം യംലിക്കുഹു, അയാൾ ആ വിവാഹത്തിന് അർഹത നേടുന്നില്ലെങ്കിലും ഹാലൽ ഇതിനി, സമ്മതം നൽകിയ ഈ സമയത്ത് ആ സമ്മതത്തിന് അയാൾ ഉടമസ്ഥനല്ലെങ്കിലും ലാകിന്നഹു താബിഉൻ, അത് പിൻപറ്റുന്നുണ്ട്. ലിമാ മലക്കഹു ഹാനൽ ഇതിന്, സമ്മതം നൽകിയ സമയത്ത് അയാൾക്കുള്ള അധികാരത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് രണ്ടാമതും അയാൾക്ക് അവിടെ കെട്ടിക്കാൻ പറ്റുന്നത്, സമ്മതം ചോദിക്കണ്ട എന്ന് പറയുന്നത്. കമാ അഫ്താബിഹി തയ്യിബുൻ നാശിരിയു വഖറഹു ബഅദ സ്വഹാബിന, നമ്മൾ ആ സ്വഹാബിൽ നിന്ന് ചിലരത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അഖറ
ഇനി വലിയില്ലാത്ത പെണ്ണിനെ കെട്ടിക്കേണ്ടത് ഖാദിയാണ്. ഖാദി എന്ത് ചെയ്തു? മറ്റൊരാളെ കെട്ടിക്കാൻ വേണ്ടി കൽപ്പിച്ചു. നീ കെട്ടിച്ചു കൊടുക്കണോ എന്ന് പറഞ്ഞ ഖാദി പള്ളിയിലെ ഖത്തീബിനോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉസ്താദന്മാരോടോ സമ്മതം ചോദിച്ചിട്ടുമില്ല. സമ്മതം ചോദിക്കാതെ ഖാദിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കെട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സമ്മതം ചോദിക്കാതെ വേറൊരാളെ ഏൽപ്പിച്ചു. അങ്ങനെ അയാളെന്ത് ചെയ്തു? സമ്മതം വാങ്ങി കെട്ടിച്ചു. ഖാദി സമ്മതം വാങ്ങിയിട്ടില്ല. സംഗതി നമ്മളിതുവരെ പറഞ്ഞ അടിസ്ഥാനത്തിൽ മുജ്ബിറല്ലാത്ത വലിയ കെട്ടിക്കണമെങ്കിൽ സമ്മതം വാങ്ങണം എന്നാണ് നിയമം. പക്ഷേ ഇവിടെ ഖാദി സമ്മതം വാങ്ങാതെ ഏൽപ്പിച്ചു. ഏൽപ്പിക്കപ്പെട്ടയാൾ സമ്മതം വാങ്ങി കെട്ടിച്ചാൽ ശരിയാവുമോ? ശരിയാകും എന്നാണ്. എന്തുകൊണ്ട്? ഖാദി വേറൊരാളെ ഏൽപ്പിക്കുന്നത് വക്കാലത്തല്ല. വക്കാലത്താണെങ്കിൽ അത് പറ്റൂലായിരുന്നു. സമ്മതം അല്ലാതെ ഏൽപ്പിച്ചാൽ ഒറിജിനൽ സമ്മതം ഉണ്ടെങ്കിലും അത് ശരിയാവില്ലായിരുന്നു. കാരണം അവിടെ സമ്മതം ഉണ്ടായിട്ടില്ലല്ലോ, തീരെ സമ്മതം ഉണ്ടായിട്ടില്ലല്ലോ കെട്ടിക്കുമ്പോൾ. അല്ല, ഖാദി വേറെ ആളെ ഏൽപ്പിക്കുമ്പോൾ പിന്നെയാണല്ലോ സമ്മതം കിട്ടിയത്. ഒറിജിനൽ സമ്മതം ഉണ്ടെങ്കിൽ തിരക്കേടില്ലായിരുന്നു. അങ്ങനെ ഒറിജിനൽ സമ്മതം ഉണ്ടായിട്ടൊന്നുമില്ല. തീരെ സമ്മതം ചോദിച്ചിട്ടുമില്ല, അവിടെ സമ്മതം കൊടുത്തിട്ടുമില്ല. കെട്ടിക്കാൻ വേണ്ടി ഖാദി വേറെ ആളെ വക്കാലത്താക്കി അയാൾ സമ്മതം വാങ്ങി കെട്ടിച്ചാൽ അത് വക്കാലത്താകുകയാണെങ്കിൽ ഒരിക്കലും നടക്കില്ല. പക്ഷെ അത് വക്കാലത്ത് നല്ലതിന് പറയാം. ഖാദി വേറൊരാളെ ഒരു നിശ്ചിത പണിക്ക് ഏൽപ്പിക്കുന്നതിൻ്റെ പേര് ഖലീഫയാക്കുക എന്നാണ് പേര്. ഖലീഫക്ക് ആരെ ഹുക്കുമുണ്ടാകും? ആരാണോ ഖലീഫയാക്കുന്ന അയാളെ ഹുക്കുമുണ്ടാകും. അപ്പോൾ അയാൾ സമ്മതം വാങ്ങിയാൽ മതി. ഇവിടെ അയാളെ വക്കീലല്ല. ഖാദി ഏൽപ്പിക്കുന്ന ആൾ വക്കീലല്ല, പിന്നെ ആരാണ്? ഖലീഫയാണ്. ഖലീഫയാകുമ്പോൾ എന്താ വിഷയം? അയാൾ അധികാരമൊക്കെ ആർക്കുണ്ടാകും? ഖലീഫയാക്കിയ ആൾ അധികാരം ആർക്കുണ്ടാവും? ഖലീഫയാക്കപ്പെട്ട ആൾക്ക് ഉണ്ടാകും. അതാണ് ഈ പറയുന്നത്. വലു അമറൽ ഖാദി റജുലൻ, ഖാദി ഒരാളോട് കൽപ്പിച്ചു ബി തസ്വീജി മൻ ലാ വലിയ ലഹ ഖബ്ല ഇസ്തിദാനിഹ, വലിയില്ലാത്ത ഒരു പെണ്ണിനെ സമ്മതം വാങ്ങുന്നതിന് മുമ്പ് കെട്ടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഫസബ്ബജഹ ബീദിനിഹ, അങ്ങനെ അയാൾ എന്ത് ചെയ്തു? സമ്മതത്തോടുകൂടെ കെട്ടിച്ചാൽ ജാസ, അനുവദനീയമാകും. എന്തടിസ്ഥാനത്തിൽ? ബിനാൻ അലാനല സഹ, പ്രബലമായ അഭിപ്രായം അന്നസ്തിനാബത്തുഹു ഫി ഷുഗലിൻ മുഅയ്യനിൻ, ഒരു നിശ്ചിത ജോലിയിൽ ഖാദി മറ്റൊരാളെ പകരമാക്കൽ. ഇസ്തിനാബത്ത് പറഞ്ഞാൽ നായിബാക്കൽ. ഇസ്തിഖ്ലാഫിന് അത് ഖലീഫയാക്കലാണ്. അല്ല എന്തല്ല, ലാ തവക്കീലും വക്കീലാക്കലല്ല. വക്കീലാക്കിയതാണെങ്കിൽ ശരിയാവില്ലായിരുന്നു. ഖാദി ഏൽപ്പിച്ച ആൾ വക്കീലല്ല, മറ്റേ ഖലീഫയാണ്. ഖാദിൻ്റെ ഖലീഫയ്ക്ക് ഖാദിൻ്റെ അതേ അധികാരമുണ്ട്. അപ്പോൾ ഖാദി സമ്മതം വാങ്ങുന്നത് പോലെ തന്നെയാണ് ഖലീഫ സമ്മതം വാങ്ങുന്നത്. അപ്പോൾ ഖാദി സമ്മതം വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നർത്ഥം. അപ്പം ഖാദിൻ്റെ ഖലീഫമാരുണ്ടാകും, നായിബുമാരുണ്ടാകും മഹല്ലുകളിലൊക്കെ. ഇപ്പം നാട്ടിലിപ്പോൾ ആണക്കാട് തങ്ങളെ മറ്റൊക്കെ ഖാദിയാക്കിയാലേ അപ്പോൾ അയാൾ വേറെ ആരെങ്കിലുമൊക്കെ ഖലീഫയാക്കിയിട്ടാണ് പോവുക. ഖത്തീബിനെയോ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും പണ്ഡിതന്മാരൊക്കെ. ആ ഖലീഫക്ക് എന്താവും? ഖാദിൻ്റെ അതേ അധികാരം ഉണ്ടാവും. കെട്ടിക്കാനുള്ള ഖലീഫയാക്കുക, നിശ്ചിത പണിയിൽ ഖലീഫയാക്കുക. ഖാദിൻ്റെ എല്ലാ അധികാരവും ഉണ്ടാവില്ല, ഒരു നിശ്ചിത പണിയിൽ. അപ്പോൾ അവരാണ് പിന്നെ ഈ കുട്ടിനെ കെട്ടിക്കേണ്ടത്. ഖാദിൻ്റെ ഖലീഫ അല്ലെങ്കിൽ നായിബ് ഖാദി എന്നൊക്കെ പറയും. ഖാദി ഒരാളെ ഖലീഫയാക്കുകയാണെങ്കിൽ, ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി ഖലീഫയാക്കുകയാണെങ്കിൽ അവിടെ വാട്സപ്പ് മെസ്സേജോ ഒന്നും മതിയാവില്ല. നേരിട്ട് പറയണം. എഴുത്ത് മതിയാവില്ല. നേരിട്ട് എഴുത്തടിസ്ഥാനത്തിൽ കെട്ടിക്കാൻ പറ്റില്ല. നേരിട്ട് പറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് സാക്ഷികളതിന് സാക്ഷി നിർത്തണം. പാണക്കാട് ഖാദിമാർ അവർ ഖാദിയായിട്ടുള്ള മഹല്ലിൽ കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി ഒരു വിഷയം വന്നു. അപ്പോൾ ഖാദിയാരുള്ളത് ഇപ്പോൾ പാണക്കാടല്ലേ, മഹല്ലിലാണല്ലോ ഇപ്പോൾ പെണ്ണുള്ളത്. ഈ മഹല്ലിൽ പെണ്ണുണ്ടാകുമ്പോൾ ഖാദിയാർ കെട്ടിക്കാൻ പറ്റില്ലല്ലോ. കാരണം മഹല്ല് വിലായത്തിൽ പെണ്ണ് വേണമല്ലോ. അപ്പോൾ ഖാദിയാർ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഖാദിയാരെ മഹല്ലിലേക്ക് ആ പെണ്ണ് അങ്ങോട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഞാൻ കമ്മിറ്റിയിലെ 2 ആൾക്കാർ ചെന്നപ്പോൾ ഖാദിയാർ പറയണോ, മണക്കാട് ഖാദി പറയാണ്, മെയിൻ ഖാദി പറയാണ്, അല്ലെങ്കിൽ കോഴിക്കോട് ഖാദി പറയാണ്, ഞാനും അടുത്ത മഹല്ല് ഖത്തീബിന് എന്തായിട്ടുണ്ട്, എന്നെ ഖലീഫയാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ 2 സാക്ഷികളോട് പറയണം. എഴുതി കൊടുത്താലോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലോ കോൾ ചെയ്താലൊന്നും മതിയാവില്ല.
ലബിസ്തഖ്ലഫൽ ഖാലി ഫഖീഹൻ, ഖാലി ഒരു ഫഖീഹിനെ ഖലീഫയാക്കിയാൽ ഫീ തസ്വീജ് ഇമ്രാത്തിൻ, എന്നർത്ഥം ഒരു പെണ്ണിനെ കെട്ടിക്കാൻ, ലം യക്ഫിൽ കിതാബ് ഫഖത്ത്, എഴുത്ത് മാത്രം പോരാ, ബൽ ഇഷ്തറത്തുൽ ലഫ്ദു അലൈഹി മിൻഹു, അയാളിൽ നിന്നുള്ള മൊഴിയൽ തന്നെ നിർബന്ധമാകും. ആ വിഷയം മൊഴിയൽ നിർബന്ധമാണ്. എഴുത്ത് കൊടുത്താലോ വലൈസലിൽ മക്തൂബി അലൈഹി, ഈ വിലാസക്കാരന് പറ്റില്ല, അല്ലെ എത്തിമാതു അൽ ഖത്തി, എഴുത്തിന് അവലംബിക്കാൻ പറ്റുന്നതും അല്ല. മക്തൂബ് ഇലൈഹി എന്ന് പറഞ്ഞാൽ വിലാസക്കാരൻ ആരാണോ, ആരിലേക്കാണോ എഴുത്ത് കൊടുത്തു വിടുന്നത്, മക്തൂബ് ഇലൈഹി, അയാൾക്ക് എഴുത്തിന് അവലംബിക്കാനും പറ്റില്ല. ഹാദാ മാഫി അസ്ലി റൗദത്തി, ഇതാണ് അസ്ലി റൗദയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പറഞ്ഞത് ദുർബലാണ് എന്ന് ഇമാം ബുൽഖീനി ഇമാം പറഞ്ഞിട്ടുണ്ട്. ആ ദുർബലാണ് എന്ന് പറഞ്ഞ അഭിപ്രായം തള്ളപ്പെടേണ്ടതാണ്. ബുൽഖീനി ഇമാം പറഞ്ഞത് ശരിയല്ല, ഇതാണ് പ്രബലം. തൊളീഫുൽ ബുൽഖീനി, ഇപ്പറഞ്ഞതിനെ ഇമാം ബുൽഖീനി ഇമാം ദുർബലമാണെന്ന് പറഞ്ഞത് മർദൂദുൻ, റദ്ദ് ചെയ്യപ്പെടുന്നതാണ്, അത് അംഗീകരിക്കപ്പെടുന്നതല്ല. കാരണം ബി തസ്രീഹിഹിം, നമ്മുടെ ആലിമീങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ബിഅന്നൽ കിതാബത വഹദഹ, എഴുത്ത് മാത്രം, ലാ തുഫീദു, അത് മതിയാവുന്നതല്ല, ഫിൽ ഇസ്തിഖ്ലാഫി, ഖലീഫയാക്കുന്നതിന് മതിയാകുന്നതല്ല, ബൽ ലാ ബുദ്ദ, മറിച്ച് നിർബന്ധമാണ്, മിൻ ഇഷ്ഹാദി ഷാഹിദൈൻ, രണ്ട് സാക്ഷികളെ സാക്ഷി നിർത്തൽ, അലാ ദാലിക, ഖലീഫയാക്കിയിട്ടുണ്ട് എന്നതിന്. ഖാലഹു ശൈഖുനാ ഫീ ശറഹിൽ കബീർ, ഈ വിഷയം ശൈഖുന ശറഹുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്. ശറഹുൽ കബീർ പറഞ്ഞാൽ ഈ ഇർഷാദ് എന്ന് പറയുന്ന കിതാബിൻ്റെ ശറഹാണ്. ഇനി ഇംദാദ് എന്നും പേരുണ്ട്. അപ്പോൾ ഇനി വാപ്പാക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാപ്പ വേറൊരാളെന്ത് ചെയ്യാൻ പറ്റും? പകരാക്കാൻ പറ്റും, കെട്ടിക്കാൻ പറ്റും. വാപ്പാക്കും വല്യാപ്പാക്കും മറ്റുള്ളവർക്കൊക്കെ പറ്റും. വാപ്പാക്കും വല്യാപ്പാർക്കും സമ്മതമില്ലാത്തതിന് പകരാക്കാം, വക്കീലാക്കാം, മറ്റുള്ളവർക്ക് സമ്മതത്തോടുകൂടിയും വക്കീലാക്കാം. അപ്പോൾ വക്കീലായിരിക്കും എന്താക്കുക, കെട്ടിച്ചു കൊടുക്കുക. അതേമാതിരി വരനും എന്ത് ചെയ്യാൻ പറ്റും? നിക്കാഹ് സ്വീകരിക്കാൻ വേണ്ടി വേറെ ആളെ വക്കാലത്താക്കാം. നേരിട്ട് തന്നെ പുതിയാപ്പിള ഹാജരാണെന്നില്ല, പുതിയാപ്പിള ഗൾഫിലാണ്, അപ്പോൾ നാട്ടിൽ വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കാം, ഉസ്താദിനെയോ മറ്റോ ഒക്കെ, അത് പറ്റും. സ്വീകരിക്കണത് അയാൾക്കും വേണ്ടിയാണ്, ഗൾഫിലുള്ള അയാൾക്കും വേണ്ടിയാണ്, അയാളെ ഭാര്യയാണ്. കച്ചവടത്തിനും മറ്റൊക്കെ പറ്റണ മാതിരി തന്നെ. ദീനിൽ എന്തോ ഒരു എളുപ്പം, ഇപ്പോഴത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ തന്നെ അല്ലേ. യജൂസുൽ സൗജിൻ തൗക്കീലും ഫി ഖബൂലിഹി, നിക്കാഹ് സ്വീകരിക്കുന്നതിന് ഭർത്താവിന് മറ്റൊരാളെ വക്കാലത്താക്കാം. അല്ലാതെ ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ നടത്താൻ നിൽക്കണ്ട. എനിക്ക് എത്രയോ സിമ്പിൾ മാർഗ്ഗങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിനെന്തിനാ ഓൺലൈൻ നടത്തുന്നത്? ഓൺലൈൻ നടത്തുന്നതിനേക്കാളും വളരെ ഓൺലൈൻ നിക്കാഹൊക്കെ അല്ലേ, ഇവിടുന്ന് പെണ്ണിൻ്റെ വാപ്പ പറയാം, ഗൾഫിൽ നിന്ന് എന്ത് ചെയ്യുക, വീഡിയോ കോൾ വഴിക്ക് സ്വീകരിക്കുക. അത് നമ്മൾ പറ്റൂല. കാരണം സാക്ഷികൾ അവർ രണ്ടാളെയും മുന്നിൽ ഒരേ സമയത്ത് വേണം. വക്കാലത്താക്കിയാൽ മതിയല്ലേ, ഇനിയിപ്പോൾ എന്താ അത്ര പണി? ഫയഖൂലു വക്കീലുൽ വലിയ്യി സൗജി, വലിയ്യിൻ്റെ വക്കീൽ ഭർത്താവിനോട് പറയേണ്ടത് എങ്ങനെ അറിയോ? അപ്പം മൊത്തത്തിൽ രണ്ടാളും വക്കാലത്താക്കുന്ന മസാലയെ പറയുന്നത്. ഇപ്പോൾ വലിയ്യ്, ഇപ്പോൾ ഞാൻ എൻ്റെ മോളെ കെട്ടിക്കുകയാണ്, അപ്പം കെട്ടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ വക്കാലത്താക്കുകയാണെങ്കിൽ എന്താണ് എൻ്റെ ജ്യേഷ്ഠൻ പറയേണ്ടത്? ഫയഖൂലു വലിയ്യുൽ വലിയ്യി സൗജി, വലിയ്യിൻ്റെ വക്കീൽ ഭർത്താവിനോട് പറയുന്നത്, സവ്വജ്തുക ഫുലാനത്ത ബിന്ത ഫുലാനി ബിനി ഫുലാൻ, ഇന്ന ആളുടെ മകൻ്റെ മകൻ, അപ്പോൾ മൊയിനുദ്ദീൻ ബാഖവിയുടെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറയാം. അങ്ങനെ പറയാലോ എൻ്റെ ജ്യേഷ്ഠനെ. മുവക്കിലി, പിന്നെ പറയാം എൻ്റെ മുവക്കിലായിട്ടുള്ള, എന്നെ വക്കാലത്തായി ഏൽപ്പിച്ചിട്ടുള്ള മൊയിനുദ്ദീൻ ബാഖവിയുടെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തിരുന്നതാണ് എൻ്റെ വക്കീൽ പറയേണ്ടത്. അല്ലെങ്കിൽ വക്കാലത്തൻഹു എന്ന് പറയും. മുവക്കിലി എന്ന് പറഞ്ഞാലും മതി. വക്കാലത്തൻഹു, അയാൾക്ക് വക്കാലത്തായിട്ട് കല്യാണം കഴിച്ചെന്നിരിക്കുന്നു എന്ന് പറയാം. എപ്പോഴാണ് വക്കാലത്തൻ എന്ന് പറയേണ്ടത്? എപ്പോഴാണ്? സാധാരണ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വക്കാലത്തായിട്ട് കെട്ടിച്ചെന്നു തന്നെ എപ്പോഴും പറയുന്ന നിർബന്ധമൊന്നുമില്ല വക്കീൽ കെട്ടിക്കുമ്പോൾ. എപ്പോഴാണ് വക്കാലത്തായിട്ട് കെട്ടിച്ചെന്നു എന്ന് പറയാം? ഇൻ ജഹില സൗജു അവിഷാഹിദാനി വക്കാലത്തുഹു, വലിയനോ അല്ല ഭർത്താവിനോ രണ്ട് സാക്ഷികൾക്കോ വക്കാലത്തിൻ്റെ വിവരം അറിയില്ലെങ്കിൽ, അവനോല് കേൾക്കണമല്ലോ അത്.
അല്ലെങ്കിൽ വരം വിചാരിച്ചു വരെ ഇത് ഇയാളെ മകളാണ്, അപ്പം ഇന്നയാളെ മകൻ ഇന്ന ആളുടെ മകൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു പറയുമ്പോൾ വക്കാലത്തായിട്ട് എന്ന് പറയണം. എപ്പം ഇത് വക്കാലത്താനാണ് നിക്കാഹ് എന്ന് ആർക്കും അറിയില്ലെങ്കിൽ, ഭർത്താവിനും സാക്ഷികൾക്കും അറിയില്ലെങ്കിൽ, ഇല്ല അറിയുമെങ്കിലും ഇഷ്തർത്തതായിരിക്കും. അവിടെ എന്തില്ല വക്കാലത്ത് എന്ന് പറയുന്ന ഷർത്തൊന്നുമില്ല. വക്കാലത്തായിട്ട് കെട്ടിച്ചു വന്നു അല്ലെങ്കിൽ മുവക്കിലാകുന്ന ഇന്ന വ്യക്തിയുടെ മകൾ കെട്ടിച്ചു വന്നു എന്നൊന്നും പറയലെന്തില്ല, നിർബന്ധം ഇല്ല. വൈൻ ഹസൻ അൽ ഇൽമു ബി ഇഖ്ബാരിൽ വക്കീൽ, ഈ വക്കീൽ പറഞ്ഞിട്ടാണ് ആ വിവരം അറിയുന്നതെങ്കിൽ പോലും, വക്കീൽ പറഞ്ഞിട്ടാണ് വിവരം അറിയുന്നത് എങ്കിൽ പോലും വക്കാലത്തായിട്ടെന്ന് പറയേണ്ട ആവശ്യമില്ല, ഷർത്തില്ല. വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വക്കാലത്താക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ എന്നവളെ അയാളിൽ നിന്ന് വക്കാലത്ത് പ്രകാരം ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തിരിക്കുന്നു പറയാം. മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ എന്നവളെ അയാളിൽ നിന്നുള്ള വക്കാലത്ത് പ്രകാരം ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തിരിക്കുന്നു എന്നാണ് നാട്ടിലിപ്പോൾ പറയൽ മതി. അപ്പം വക്കാലത്താണെന്ന് അറിയെങ്കിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, പറഞ്ഞാലേ. ഇനി ഭർത്താവിന് വക്കീലുണ്ട്, ഞാനാണ് കല്യാണം കഴിക്കുന്നത്, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേണ്ടി നിക്കാഹ് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ നിങ്ങളെന്താ പറയേണ്ടത്? യഖൂൽ വലിയ വക്കീൽ സൗജിൻ്റെ വക്കീലിനോട് വലിയ പറയണം. നേരെ വലിയ കെട്ടിക്കണത്, വലിയ തന്നെ കെട്ടിക്കണത്, വക്കീലിനാണ് കെട്ടിച്ചു കൊടുക്കണത് എങ്കിൽ പറയാം, സവ്വജിത്തു ബിൻതി ഫുലാന ബിന ഫുലാനിൻ ഫയഖൂലു വക്കീലു കമാ യഖൂലു വലിയു സബിയ്യി ഹീന യഖ്ബലു നിക്കാഹ ലഹു ഖബൽതു നിക്കാഹഹ ലഹു എന്ന് പറയാം. എൻ്റെ മകളെ ഞാൻ നിക്കാഹ് ചെയ്തു, ആർക്ക് നിനക്ക് എന്ന് പറയാൻ വയ്യല്ലോ, കാരണം അയാൾ വക്കീലല്ലേ. ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു തന്നു, ആർക്ക് നിനക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം വരൻ്റെ വക്കീലാണ്. അപ്പോൾ എന്ത് പറയാം, ഫുലാനബിന ഫുലാന്, ഇന്ന ആളുടെ മകൻ ഇന്ന ആൾക്ക് ഞാൻ കെട്ടിച്ചു തന്നു എന്ന് പറയാം. അപ്പോൾ വക്കീൽ എന്ത് പറയും? കമാ യഖൂലു വലിയ സബിയ്യി ഹീന യഖ്ബലു നിക്കാഹ ലഹു, വക്കീൽ പറയും. ഇപ്പോൾ കുട്ടിൻ്റെ വലിയ പറയും പോലെ, കുട്ടിക്ക് പെണ്ണെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടിയല്ലല്ലോ നിക്കാഹ് സ്വീകരിക്കേണ്ടത്, കുട്ടിൻ്റെ വലിയാണല്ലോ. അപ്പോൾ കുട്ടിൻ്റെ വലിയ പറയും പോലെ ഹീന യഖ്ബലു നിക്കാഹ ലഹു, കുട്ടിക്ക് വേണ്ടി നിക്കാഹിനെ സ്വീകരിക്കുമ്പോൾ കുട്ടിയുടെ വലിയ പറയും പോലെ വക്കീൽ പറയും, ഖബിൽതു നിക്കാഹഹ ലഹു, അവളുടെ നിക്കാഹ് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ലഹു അയാൾക്ക് വേണ്ടി സ്വീകരിച്ചു, ആർക്ക്, ഇയാളുടെ മുവക്കിലിന് വേണ്ടി സ്വീകരിച്ചു. അപ്പോൾ ലഹു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഫൈൻ തറക്കൽ ലഹു ഫീഹിമ, രണ്ട് സ്ഥലത്തും കുട്ടിക്ക് വേണ്ടി വലിയ സ്വീകരിക്കുന്നിടത്തും വരന് വേണ്ടി വരൻ്റെ വക്കീൽ സ്വീകരിക്കുന്നിടത്തും അയാൾക്ക് വേണ്ടി ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിൽ മിസ്യാ നിക്കാഹ് സഹിയാവൂല, പറയുന്ന വേണം. വൈ നവൽ മുവക്കില അവിർത്തിഫില, അവിടെ നീ മുവക്കിലിനെ മനസ്സിൽ കരുതിയാലും അല്ലെങ്കിൽ കുട്ടിയെ മനസ്സിൽ കരുതിയാലും. കമാലു കാല സബ്ബജുക്കാന്ന് മാത്രം പറഞ്ഞു, അതിനെ ഫുലാനി എന്ന് പറയുന്നത് സബ്ബജുക്കാന്ന് പറഞ്ഞാൽ ഉദാഹരണം വക്കീലിനെ അടിച്ചുമ്പോൾ സബ്ബയിത്തു ബിന്തി ഫുലാനബുൻ, എന്നാളുടെ മകൻ എന്നാൾക്ക് അടിച്ചു എന്നല്ല പറയേണ്ടത്. അല്ലാതെ ഭർത്താവിൻ്റെ വക്കീലിനല്ലല്ലോ കെട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം സബ്ബയിത്തുക്കാന്ന് പറഞ്ഞാലോ ഫുലാൻ വ്യക്തിയെ പറയാതെ, ഇല്ലേ ആദ്യമി തവാഫക്കി, കാരണം അവിടെ യോജിപ്പ് കിട്ടുന്നില്ല പദങ്ങൾ, അതുകൊണ്ട് സഹിയല്ല. ഫൈൻ തറക്ക ലഹു ഹാദിഹി ഇന്നഖദൽ വക്കീലി, അപ്പോൾ ഇവിടൊക്കെ ലഹു എന്ന പദം ഒഴിവാക്കിയാൽ ഇന്നഖദൽ വക്കീൽ, വക്കീലിനാണ് ആ നിക്കാഹ് നടക്കുക. ഫൈനവ മുവക്കിലിനെ കരുതിയാൽ പോലും ആ നിക്കാഹ് യഥാർത്ഥത്തിൽ വക്കീലിനാണ് സംഭവിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മളെയൊക്കെ അഹ്ലുൽ ഖൈറിലും സ്വലാഹിലും പെടുത്തി ഈമാനോടെ മരിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.